നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കാത്തിരിപ്പിന് വിരാമമിട്ട് വളവന്നൂർ പഞ്ചായത്തിലെ കുറുക്കോൾ പറമ്പ് ആലഞ്ചൂട് റോഡ് യാഥാർത്ഥ്യമായി. ഏറെക്കാലം ഗതാഗത യോഗ്യമല്ലാതെ കിടന്ന ഈ റോഡ് MLA കുറുക്കോളി മൊയ്തീൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10,20,000 രൂപ ചിലവിട്ടാണ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. കുറുക്കോൾ പറമ്പ് ആലഞ്ചൂട് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയതിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. സ്ത്രീകളും കുട്ടികളും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം നിരവധി പേരാണ് ചടങ്ങിൽ സംബന്ധിക്കാനായി. ഇരുന്നൂറ് മീറ്ററോളം ദൈർഘ്യമുള്ള റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി MLA കുറുക്കോളി മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10,20,000 രൂപ ചെലവിട്ടാണ് യാഥാർത്ഥ്യമാക്കിയത്. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇതൊരു ഇടവഴിയായി കിടക്കുമ്പോൾ ഇത് റോഡാക്കാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് വിജയിക്കാതെ പോയി. ഇവിടെയുള്ള മോമാക്ക, സേനറാജി, മൈമുട്ടിയാക്ക, അതേപോലെ ഹുസൈൻ തുടങ്ങിയവരൊക്കെ അതിനുവേണ്ടി പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളുടെ തടസ്സങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയി. 2-3 തവണ അതിനുവേണ്ടി പരിശ്രമിക്കാൻ ഇവിടുത്തെ ഈ പരിസര വീടുകളിലേക്ക് കയറി ഇറങ്ങാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതിനുശേഷം ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി തന്നെ ഒരു സന്ദർഭത്തിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ വലിയ പരിശ്രമം കൊണ്ടല്ല, ഇവിടുത്തെ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ ഒരു വലിയ ഐക്യം രൂപപ്പെട്ടപ്പോൾ ഈ ഇടവഴി റോഡാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. അത് ഒന്ന് മെച്ചപ്പെടുത്താൻ, അത് ഗതാഗത യോഗ്യമാക്കാൻ കോൺക്രീറ്റോ ടാറിങ്ങോ ഒക്കെ വേണം എന്ന ഒരു നില വന്നപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ചെറിയ തുകകൾ മാത്രമാണ് തുടക്കത്തിലും ഒടുക്കത്തിലുമൊക്കെയായി വെച്ച് കാണിക്കാൻ വേണ്ടി മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. ഇത് പൂർത്തീകരിക്കാൻ വേണ്ട പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും ബഹുമാന്യരായ ഇവിടെയുള്ള മമ്മൂട്ടിയാക്ക, അതേപോലെ ഹുസൈൻ ഇവരുടെ നേതൃത്വത്തിൽ പരിസരവാസികൾ എല്ലാവരും കൂടി ഒപ്പിട്ട ഒരു നിവേദനം എനിക്ക് തരികയുണ്ടായി. ആ സന്ദർഭത്തിൽ അതിന് വേണ്ട ഫണ്ട് നോക്കി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുവദിച്ചുവെങ്കിലും വേറെ ചില പ്രതിസന്ധികൾ, ഞാൻ കാരണങ്ങൾ എന്താണ് പ്രതിസന്ധി എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചില തടസ്സങ്ങളും ചില എതിർ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് നിർത്തിവെക്കേണ്ടി വന്നു. വീണ്ടും ഇത് പൂർത്തീകരിക്കാൻ മറ്റു ഫണ്ടുകളൊന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് 10 ലക്ഷം തിരപ്പുറം ഉറപ്പിക ഇതിനനുവദിച്ചുകൊണ്ട് ഇതിൻ്റെ കോൺക്രീറ്റ് പണി പൂർത്തീകരിക്കാൻ എനിക്ക് ലഭിച്ച ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചുകൊണ്ട് ഉത്തരവാക്കിയത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ്, PC അഷറഫ്, റഫ്സൽ പാറയിൽ, മുസ്തഫ ഹാജി മുതുവാട്ടിൽ, ഹസൈനാർ ഹാജി, ബഷീർ അഹമ്മദ് പാറയിൽ, M മാനുട്ടി, ജൗഹർ കുറുക്കോളി, ഹാരിസ് അലങ്കാർ, മുഹമ്മദ് കുട്ടി, ഹുസൈൻ വർണ്ണനാലക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ് കൽപ്പകഞ്ചേരി.